രണ്ട് കാര്യങ്ങളാണ് ഒരു ഇലക്ഷനെ ഇത്തരം കാര്യങ്ങളിൽ ഒരു സമൂഹത്തെ ബാധിക്കുക എന്ന് പറയുന്നത്. ഒരു ഇന്റലിജന്റ് കമ്മ്യൂണിറ്റി ഉണ്ടാകും, ഒരു ഇമോഷണൽ കമ്മ്യൂണിറ്റി ഉണ്ടാകും, ബുദ്ധിപരമായിട്ടുള്ളതും വൈകാരികപരമായിട്ടുള്ളതും. നമ്മൾ ഈ ഇലക്ഷൻ ഇത്തരം കാര്യങ്ങളിൽ ഈ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പൊതുവെ ഇലക്ഷനിൽ ഇടപെടാറില്ല. ഈ വൈകാരിക സമൂഹമാണ് ഇത്തരം പ്രചരണങ്ങളിൽ ഉണ്ടാവുകയും മറ്റ് വോട്ടെടുപ്പിൽ ഉണ്ടാവുകയും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത്. പുതിയ കാലത്ത് ഈ കുട്ടികളെ നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും പിന്നെ ശോഭാ സുരേന്ദ്രന്റെ അടക്കമുള്ള പല ആളുകളുടെയൊക്കെ പടങ്ങൾ കാണിച്ചിട്ട് ഇത് ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾ അവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു സാധനത്തെ പരിഹസിച്ചുകൊണ്ടും ട്രോളിക്കൊണ്ടൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. പക്ഷെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെ ഇത്. നമുക്ക് യാതൊരു ഗുണവുമില്ലാത്ത, നമുക്ക് യാതൊരു ആവശ്യവുമില്ലാത്ത ഇത്തരം ഈ അറിവുകളെ, ചില വ്യക്തികളെയൊക്കെ നമ്മൾ കാണാതെ പഠിച്ചിട്ടും നമ്മൾ അവരുടെ പേര് പഠിച്ചിട്ടും എന്ത് ഗുണമാണ്? ഏതാണ്ട് 30ഓളം മന്ത്രിമാർ കേരളത്തിലുണ്ട്. ഇവരുടെയൊക്കെ പേര് പഠിച്ചിട്ട് അവരൊക്കെ കാണാതെ പഠിച്ചിട്ട് വേണം ഒരു PSC ടെസ്റ്റിൽ ഒരു കുട്ടിക്ക് സീരിയസ് ആയിട്ട് അപ്പിയർ ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് 100 മന്ത്രിമാർ കേന്ദ്രത്തിലുണ്ടാകും. ഇവരുടെയൊക്കെ ഒരു ഗുണവുമില്ലാത്ത ഇത്തരം കുറേ പേരുകളും ഇത്തരം കുറേ ജീവജാലങ്ങളുടെ നാമങ്ങളൊക്കെ ബൈഹാർട്ടാക്കി തലച്ചോറ് പാഴാക്കിയിട്ട് വേണം നമുക്കൊരു പരീക്ഷ അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയിലേക്ക് നമ്മളൊന്ന് 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യന് ഒരു ഗുണവും ചെയ്യാത്ത അറിവുകളായത്. കുറേ ഡാറ്റ തലയിൽ കയറ്റി വരുന്നു. ഇത് പുതിയ തലമുറ ഇവിടെ ഒരു പ്രതീക്ഷയില്ലാത്തവരാണ്. ഈ മണ്ണിൽ വലിയ പ്രതീക്ഷകളൊന്നും കൊടുക്കാത്തവർ. എങ്ങനെയെങ്കിലുമൊക്കെ ഈ വെറുപ്പിന്റെ പീഠഭൂമിയിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഉഷ്ണത്തെക്കാൾ 10 മടങ്ങ് ഉഷ്ണം അവർ അനുഭവിക്കുന്നുണ്ട്. ഒരു സമൂഹം, ഗ്രോത്ത് ഇല്ലാത്ത ഒരു സമൂഹം, അതിൻ്റെ ഫ്രസ്ട്രേഷൻ ചെറുതല്ല. അവർക്ക് അമിതമായ പാഠഭാരങ്ങൾ, അമിതമായ പ്രതീക്ഷകൾ, അമിതമായ ആഗ്രഹങ്ങൾ, ഇതെല്ലാം കൊടുത്ത് അവരെ അഗ്നികുണ്ഡത്തിലാണ് അവർ വളർത്തുന്നത്. അവർ സ്വാതന്ത്ര്യം കുതിക്കുന്ന ഒരു ജനതയാണ്. അവരുടെ സ്വാതന്ത്ര്യ ബോധം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര റെസിസ്റ്റിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. നമ്മളുമായിട്ട് പൊരുത്തപ്പെടാത്തവരായിട്ട് വരുമ്പോൾ ഈ പുതിയ തലമുറയായിട്ടൊന്നും പഴയ തലമുറകളോടൊന്നും തീരെ പൊരുത്തപ്പെടാൻ കഴിയില്ലെങ്കിലും അവരതൊരു അഭിനയിച്ച് തന്നെ അപ്പുറം കടക്കുന്നവരായി തന്നെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വരുന്ന കാലത്ത് കേരളത്തിൻ്റെ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കുറച്ച് കിളവന്മാരെ വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം മുമ്പോട്ട് കൊണ്ടുകൊണ്ട് വരും. ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ളത് ഫേസ്ബുക്കും നമുക്കറിയാവുന്നത് ഒരു സാധനം വാട്സാപ്പുമാണ്. ഇത് രണ്ടും കിളവന്മാരുടെ ഒരു മേഖലയാണ്. അത് മൊത്തം വെറുപ്പാണ്. അതും അതിതീഷ്ണമായ മതവർഗീയതയുടെ വെറുപ്പിൻ്റെ ഭണ്ഡാകാരങ്ങൾ. അത് പെയ്ഡായിട്ട് ഇത്രമാത്രം വർഗീയതയും ഇത്രമാത്രം വെറുപ്പും ഇത്രമാത്രം അസഹിഷ്ണുതയും ഇത്രമാത്രം പച്ച കള്ളങ്ങളും ഇങ്ങനെ നിരന്തരം കുത്തൊഴുക്കി മനുഷ്യന്റെ ബോധങ്ങളെയും ചിന്തകളെയും തലച്ചോറിനെയും മലീമസമാക്കുന്ന, അപകടപ്പെടുത്തുന്ന, മനുഷ്യരല്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന ഇത്തരം സോഷ്യൽ മീഡിയകളിലേക്ക് പുതിയ കുട്ടികൾ എന്തുമാത്രമുണ്ട്. അവരില്ല അതിൽ. അതിൽ നിന്ന് മാറി അവർ ഇൻസ്റ്റാഗ്രാം, അവരൊരു ഇത്തരം സോഷ്യൽ മീഡിയ കാണും. നമ്മൾ നോക്കുമ്പോൾ അവർ പുതിയ പിള്ളേർ അഡിക്റ്റഡ് ആണ്, മാര് ഫുള്ള് കമ്പ്യൂട്ടറിലാണ്, മാര് ഫുള്ള് മൊബൈലിലാണെന്ന് പറയുമ്പോൾ ഇവർ ഈ പറയുന്ന വിഷത്തിലല്ല ജീവിക്കുന്നത്. അവർ ആ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് അതും ഇതൊക്കെ കാണുന്നു, കുറച്ച് പടം കാണുന്നു, കുറച്ച് യാത്രയുടെ കാണുന്നു, കുറച്ച് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള, വളരെ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തുന്നു. ചില പൂക്കൾ, ചില പ്രകൃതി വിഷയങ്ങൾ, അങ്ങനെ കോമഡികൾ, ഈ കുറേ കമ്പ്യൂട്ടർ ഗെയിമുകൾ, ഇതിലൊക്കെ ആയിട്ട് അവർ സന്തോഷം കണ്ടെത്തുക. പക്ഷെ നമ്മൾ പറയുന്നത്, നമ്മൾ ഭയങ്കര പരിഷ്കാരികൾ, ഈ പഴയ തലമുറ എന്ന് പറയുന്നത് ഇവർക്കൊന്നും ബുദ്ധിയില്ലാത്തവർ, നമ്മൾ ഭയങ്കര ഇന്റലക്ച്വലുകളായിട്ട് ചിന്തിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രീയം വേണം, മനുഷ്യൻ രാഷ്ട്രീയ ജീവിയാണ്, ഫിലോസഫി വേണം. രാഷ്ട്രീയമില്ലാത്ത മനുഷ്യനുണ്ടോ? ഓരോ മനുഷ്യനും രാഷ്ട്രീയത്തിലാണ് ജീവിക്കുന്നത്, രാഷ്ട്രീയത്തിലേക്കാണ് പിറക്കുന്നത്. എന്ത് പൊട്ടത്തരം! കുറച്ചു പേരുടെ ഉപജീവനം എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും ഒരു വളരെ ന്യൂനപക്ഷം വളരെ ഭൂരിപക്ഷത്തിനെ നിയന്ത്രിക്കാനും അവരെ അടിമകളാക്കുന്നതിനും വേണ്ടിയിട്ട് പല പല സാധനങ്ങൾ ഭൂമിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. രാജാധികാരം മുതൽ അതിനു മുമ്പിട്ട് പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഗോത്ര സംസ്കൃതി മുതൽ അതിങ്ങനെ എത്രമാത്രം സമൂഹത്തെ തങ്ങളുടെ കീഴിൽ ഇങ്ങനെ അടിമകളാക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ വളരെ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയുടെ ഇന്നത്തെ ഒരു രൂപ ഈ പറയുന്ന ജനാധിപത്യം എന്നൊക്കെ പറയുന്നത്. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനത്തിന്, ഒരു സമൂഹത്തിന് ഒരുപാട് സാധ്യതകളിൽ അതിലോട്ട് വരുന്നില്ല എന്നല്ലേ. ജനാധിപത്യം തന്നെ 100 തരത്തിലുള്ള ജനാധിപത്യങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാത്തിനെയും നമുക്ക് ജനാധിപത്യം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അമേരിക്കയിൽ ഒരു പ്രസിഡന്റാണ് എല്ലാ കാര്യങ്ങളിലും തീരുമാനിക്കുന്നത്. അവർ ഒറ്റ വ്യക്തിയുടെ ഇതിൽ. പക്ഷെ പ്രസിഡന്റിന് മുകളിൽ അവിടെ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്.
അയാൾ പ്രസിഡന്റ് വഴി ചെയ്യുന്നു എന്നൊക്കെയുള്ള. പക്ഷെ അതിനൊരു ജനാധിപത്യം എന്ന് പറയാൻ പറ്റും. ഒറ്റ സിംഗിൾ വ്യക്തിയിൽ എല്ലാ കാര്യങ്ങളും രാജ്യത്തിന്റെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളൊരു കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുന്നതിൽ നമുക്ക് എന്ത് പങ്കുണ്ട്? അവർ തരുന്ന ആളുകളിൽ അവർ 2 പൊട്ടന്മാരെ തരുന്നു, 2 വൃത്തികെട്ടവന്മാരെ തരുന്നു, അല്ലെങ്കിൽ 2 കള്ളന്മാരെ, പേരും കള്ളന്മാരെ 2 പേര് തന്നാൽ നമ്മൾ ആ 2ൽ ഒരെണ്ണത്തിന് ഏത് കള്ളനെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഏത് കൊള്ളക്കാരനെയാണ് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കുക എന്നതിലപ്പുറത്തേക്ക് നമുക്ക് അതൊരു പ്രസക്തിയും അവിടെയില്ല. ഈ പൊതുജനം എന്നല്ലേ പൊതുസമൂഹം എന്ന് പറയുന്നതിൽ യാതൊരു പ്രസക്തിയില്ല. നമ്മളല്ല, അല്ലെങ്കിൽ ഒരു പൊതുസമൂഹമല്ല ഇവരെ കണ്ടെത്തുന്നത്. നമ്മളുടെ ഇടയിൽ നിന്ന് ഒരാളെ വയ്ക്കാനുള്ള ഒരു എല്ലാ സാധ്യതകളും അടച്ചുകൊണ്ടാണ് ഇത്തരം രാജ്യങ്ങളെ ഭരിക്കുന്ന കോർപ്പറേറ്റ് ഡീപ് സ്റ്റേറ്റുകൾ ഈ ജനാധിപത്യത്തെ രൂപപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ ജനാധിപത്യത്തെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് പുതിയ തലമുറ എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരും കാലത്ത് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ അവർ മാറി നിൽക്കും. അവർ ഈ സംസ്ഥാനത്ത് തന്നെ നിൽക്കാൻ താല്പര്യമില്ലാത്തവരാകും. അവർ കുറച്ചുകൂടി അവരുടെ ഇത്തരം മലീമസപ്പെട്ട അഴിമതി നിറഞ്ഞ ഇത്തരം വെറുപ്പല്ലാതെ വർഗീയതയും വെറുപ്പും രാഷ്ട്രീയവും മാത്രം പറയുന്ന ഒരു സമൂഹത്തിൽ കിടന്ന് ഇങ്ങനെ പുകഞ്ഞു നീറി ശ്വാസം മുട്ടി കഴിയാൻ ആഗ്രഹിക്കാത്തവരാണ്. അവർക്ക് കുറച്ചുകൂടി ഭൂമി സ്വതന്ത്രമായി കാണുക, അവർക്ക് കുറച്ചുകൂടി സ്വതന്ത്രമായ കാറ്റും വെളിച്ചമൊക്കെ അവരനുഭവിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ കളിയാക്കിയിട്ടോ അത് അവർക്ക് രാഷ്ട്രീയബോധമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമ്മളൊന്ന് മറ്റൊന്ന് നോക്കുക. ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യങ്ങളിലെ എലൈറ്റ് ക്ലാസ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നരേന്ദ്രമോദി വോട്ട് ചെയ്യുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ അമിത്ഷാ വോട്ട് ചെയ്യുന്നു, ഇങ്ങനെ കുറേ രാഷ്ട്രീയ സാധനങ്ങളൊക്കെ വോട്ട് ചെയ്യുന്നതാണ്. പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ മുകേഷ് അംബാനി വോട്ട് ചെയ്യുന്നതിൻ്റെയോ അല്ലെങ്കിൽ റിലയൻസിൻ്റെ അദാനി വോട്ട് ചെയ്യുന്നതിൻ്റെയോ അങ്ങനെ ടാറ്റയുടെ ഇവർ വോട്ട് ചെയ്യുന്നതിൻ്റെയോ അങ്ങനെയൊക്കെയുള്ള ഈ പറയുന്ന നമ്മുടെ രാജ്യത്തെ അതിൻ്റെ അപ്പുറത്തുള്ള കുറേ ആളുകളുണ്ട്, നമ്മൾ ഒരിക്കലും കാണാത്ത അദൃശ്യരായ ഒരു സമൂഹം ഈ രാജ്യത്തുണ്ട്. ഇവരൊന്നും വോട്ട് ചെയ്യുന്നതൊന്നും നമ്മൾ കാണാറില്ല. യഥാർത്ഥത്തിൽ ഇവരൊക്കെ വോട്ട് ചെയ്യുന്നതല്ലേ നമ്മൾ കാണേണ്ടത്. പക്ഷെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം എലൈറ്റ് ക്ലാസ് 2 തരത്തിൽ, ഇൻ്റലക്ച്വൽ കമ്മ്യൂണിറ്റിയും ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് കമ്മ്യൂണിറ്റികളും ഇലക്ഷനിൽ വോട്ട് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ലോകത്ത് എവിടെയാണില്ല, അമേരിക്കയാണ് ഏറ്റവും അതിൻ്റെ ഒരു ഇത്. അമേരിക്കയിൽ അത് കുറച്ചുകൂടി ഇതാണ്, ഒരു 40% 45%ഒക്കെയാണ്. എല്ലാം കൂടെ കൂട്ടിയാലും അവിടെ ഇലക്ഷൻ എന്ന് പറയുന്നത്. യൂറോപ്പിലും അങ്ങനെയൊക്കെ തന്നെ. അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ ആ രാജ്യങ്ങളിൽ എടുത്ത മണ്ടന്മാരല്ല. അവിടുത്തെ ഏറ്റവും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഒന്നും ഈ പറയുന്ന വോട്ടെടുപ്പിൻ്റെ ഇതിൻ്റെ ഒന്നും പുറകെ പോകാതെ അവർ യാത്രയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ പൊതുജനം ഈ ഇലക്ഷനും വോട്ടൊക്കെ വേണ്ടത് ആർക്കാണ്? പൊതുജനത്തിനാണ്. ഈ പൊതുജനം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ പറയുന്ന ഇലക്ഷനും വോട്ടും ഒക്കെ ആയിട്ട് എന്താണ് ഇതിൻ്റെ സന്തോഷങ്ങളിൽ അവരുടെ ഒരു മഹോത്സവമായിട്ട്, അവരുടെ മഹാമേളയായിട്ട്, ഒരു കുംഭമേളയായിട്ട് അവരിങ്ങനെ എല്ലാ വർഷത്തിലും 5 വർഷത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ഓരോ കൊല്ലം ഇടയ്ക്കിടയ്ക്ക് 2 കൊല്ലത്തിലൊരിക്കൽ ഇങ്ങനെ കിട്ടുന്ന മഹാഭാഗ്യങ്ങളും മഹോത്സവങ്ങളൊക്കെ ആയിട്ട് ഇത് കൊണ്ടാടി പോകുന്നത്. ലോകത്ത് ഒരിടത്തും ഇന്ത്യയിൽ ഉൾപ്പെടെ കേരളത്തിൽ ഉൾപ്പെടെ ഈ ഇൻ്റലക്ച്വൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ വോട്ട് ചെയ്യാറില്ല എന്നുള്ള സത്യം. കോവിഡ് വാക്സിൻ്റെ കാര്യം പോലെ, കോവിഡിൻ്റെ വാക്സിൻ അവരെടുത്തിട്ടുള്ള എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതും.